രാഹുൽ എന്നെ സംബന്ധിച്ച് എന്റെ നല്ലൊരു സുഹൃത്താണ്. എന്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചിട്ടുമില്ല. പാലക്കാട് MLA ആണ്. ആ MLA ആയിട്ട് എനിക്ക് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊരു മോശപ്പെട്ട കാര്യം തന്നെയല്ലേ? അപ്പൊ ചേട്ടനോട് ആരാ പറഞ്ഞത് കാര്യം? അത് സംസാരിക്കൂ. ചേട്ടനോട് ആരാണ് പറഞ്ഞത്? ചേട്ടൻ ന്യൂസ് 18-ലെ റിപ്പോർട്ടറാന്നല്ലേ പറഞ്ഞ. അപ്പൊ അത് സംസാരിക്കേ. നിങ്ങളിങ്ങനെ എല്ലാം മറച്ചു വെച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ല, ഞാൻ കാര്യം പറയാം. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പൊ എന്നോട് പറഞ്ഞ ആളെ എനിക്ക് ആളുടെ പേര് ഇപ്പം ഞാൻ ചിലപ്പോ അടുത്ത ഒരു ഫ്യൂ മിനിറ്റ്സ് കഴിഞ്ഞിട്ട് പറയാം. പക്ഷെ ഇപ്പം ഞാൻ പറയുന്ന കാര്യം ഉള്ളതാണ് ഇല്ലെന്ന് പറയാ, ഇല്ലെങ്കിൽ വിട്ടേക്കുക. പറഞ്ഞത് നിങ്ങളൊരു പ്രശ്നം സിറ്റുവേഷനിലാണ്. നിങ്ങൾ ലൈഫ് ത്രട്ടണിങ് തരത്തിലുള്ള ഭീഷണി നിങ്ങൾക്ക് നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ബിക്കോസ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് വളരെ പ്രയാസകരമായ ഒരു അനുഭവം നേരിട്ടു. പക്ഷെ നിങ്ങൾ അങ്ങനെ ഒരു കാര്യം പുറത്ത് പറയാൻ പേടിയുണ്ട്. നിങ്ങൾ ആരോടും പറയാതിരിക്കുകയാണ്. അതിന്റെ ചാറ്റും മറ്റേ ഫോൺ റെക്കോർഡ്സും എല്ലാ സംഭവവും നിങ്ങളുടെ കൈക്കാണ്. പക്ഷെ ലൈഫ് ത്രട്ടൺ സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് നിങ്ങൾ ഇത് കാര്യം ഇങ്ങനെ മുമ്പോട്ട് പറയാത്തെന്നാണ് പറഞ്ഞത്. അപ്പം അതിനിടയിലാണ്, കാരണം എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ സീരിയസ്നെസ് ഇത് ആരൊക്കെ എവിടെ നിന്നൊക്കെയാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. പോലീസിലായിട്ട് കംപ്ലൈന്റ് പോകാനും അല്ലാതെ എന്റെ പാർട്ടി വഴി കംപ്ലൈന്റ് പോകാനും എല്ലാ അവസരങ്ങളും ഈ നാട്ടിലുള്ള സമൂഹത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ എനിക്ക് പേഴ്സണലി അങ്ങനെ തന്നെ എക്സ്പീരിയൻസ് ഉണ്ടായാൽ എനിക്കത് തുറന്നു പറയാനുള്ള ബോധവും വിവരവും എല്ലാം ഉള്ള വ്യക്തിയാണ് ഞാൻ ഇതുവരെ ആർക്കും കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല. പിന്നെ രാഹുൽ എന്നെ സംബന്ധിച്ച് എന്റെ നല്ലൊരു സുഹൃത്താണ്. എന്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചിട്ടുമില്ല. കേരളത്തിലൊരു MLA, പാലക്കാട് MLA ആണ്. ആ MLA ആയിട്ട് എനിക്ക് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊരു മോശപ്പെട്ട കാര്യം തന്നെയല്ലേ? ഇല്ലേ? ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായെന്നല്ല പറഞ്ഞത്. നിങ്ങൾക്കൊരു വാട്സാപ്പ് ചാറ്റിൽ മിസ്ബിഹേവ് ചെയ്യുന്ന രീതിയിൽ അതന്നെ അതൊരു ബാഡ് എക്സ്പീരിയൻസ് അല്ലേ? മിസ്ബിഹേവ് ചെയ്തു എന്ന് പറയുന്നത് തന്നെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പൊ അത് പറഞ്ഞു നടക്കുന്ന ആരാന്ന് അറിയാനുള്ള അവകാശം എനിക്കും കൂടി ഇല്ലേ? എനിക്ക് എന്തെങ്കിലും മിസ്ബിഹേവ് ഉണ്ടായാലും എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ബന്ധപ്പെട്ട അതോറിറ്റിനെ സമീപിക്കാനുള്ള എല്ലാ ബോധവും അവകാശവും എല്ലാം എനിക്കുള്ളതാണ്. അത് എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടായാൽ എനിക്ക് അത് സമീപിക്കാനുള്ള എല്ലാ ഫ്രീഡം ഉണ്ട്. അതിനുള്ള എല്ലാ വഴികളും ഉണ്ട്. പോലീസ് തലത്തിലായാലും ഇപ്പൊ ന്യൂസ് പരമായാലും അല്ലാത്ത ഗവൺമെന്റ് തലത്തിലായാലും എനിക്ക് നല്ല ഏതാണ് ഇപ്പൊ എനിക്ക് നിലവിൽ എനിക്ക് പാർട്ടിയിൽ ചുമതല ഒന്നും തന്നെ ഇല്ല. യു വിൽ സ്റ്റാൻഡ് വിത്ത് മീ ഫോർ ജസ്റ്റിസ് ഇൻ ദിസ് ഇഷ്യൂ നോ എന്നുള്ളതാണ് എന്ന് ഓഗസ്റ്റ് മാസം 1-ാം തീയതി ഞാൻ പറയുന്ന സംഭാഷണം.